മജ്ജുമനികായ 91 ബ്രഹ്മായു സുത്ത. ഈ സുത്തത്തിൽ മഹാപുരുഷന്മാരുടെ ശരീരത്തിലെ 32 ലക്ഷണങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്. അതുകൂടാതെ ഏതു തരത്തിലാണ് ഭഗവാൻ പെരുമാറിക്കൊണ്ടിരുന്നത്, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എപ്രകാരത്തിലുള്ളതായിരുന്നു എന്നതിനെ പറ്റിയും ഈ സുത്തത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതിനാൽ നമ്മളുടെ ശ്രദ്ധ വളർത്താൻ ഈ സുത്തം വളരെ ഉപയുക്തമാണ്. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ വിദേഹന്മാരുടെ രാജ്യത്ത് വിഹരിക്കുകയായിരുന്നു. അദ്ദേഹത്തിനൊപ്പം 500 ഭിക്ഷുക്കളും ഉണ്ടായിരുന്നു. ആ സമയത്ത് മിഥില എന്ന് പറയുന്ന രാജ്യത്ത് ബ്രഹ്മായു എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ വസിച്ചിരുന്നു. അദ്ദേഹം വയസ്സായിട്ടുള്ള വ്യക്തിയായിരുന്നു. ഒരുപാട് വാർദ്ധക്യം ഉണ്ടായിരുന്നു. ഒരുപാട് പ്രായമായിട്ടുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അന്തിമ അവസ്ഥയിലായിരുന്നു അദ്ദേഹം എത്തിയിരുന്നത്. അദ്ദേഹത്തിന് 120 വർഷങ്ങൾ പ്രായമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം 3 വേദങ്ങളെയും നല്ലപോലെ പഠിച്ചിരുന്നു. അതിൻ്റെ ശബ്ദങ്ങളുടെ അർത്ഥം അദ്ദേഹത്തിന് നല്ലപോലെ അറിയാമായിരുന്നു. ആചാരാനുഷ്ഠാനങ്ങൾ അറിയാമായിരുന്നു. ശബ്ദശാസ്ത്രം അറിയാമായിരുന്നു. അതിൻ്റെ നിരുക്തം അറിയാമായിരുന്നു. അതിൻ്റെ നിയമം അറിയാമായിരുന്നു. വ്യാകരണം അറിയാമായിരുന്നു. ഭാഷാശാസ്ത്രം അറിയാമായിരുന്നു. അതേപോലെ തന്നെ പ്രപഞ്ചശാസ്ത്രവും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൂടാതെ മഹാപുരുഷന്മാരുടെ ശരീരത്തിലെ ലക്ഷണങ്ങളെക്കുറിച്ച് അദ്ദേഹം വളരെ നല്ലപോലെ അറിവുള്ളവനായിരുന്നു. അദ്ദേഹം ഇങ്ങനെ കേട്ടു, ശ്രമണ ഗൗതമൻ ശാക്യകുലത്തിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം ശാക്യകുലത്തിൽ നിന്ന് പ്രവചിതനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം വിദേഹന്മാരുടെ രാജ്യത്ത് 500 ഭിക്ഷുക്കളും ഒത്ത് വിഹരിക്കുകയാണ്. അദ്ദേഹത്തിനെ പറ്റി ഇങ്ങനെയുള്ള ഒരു കീർത്തി ശബ്ദം കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഭഗവാനാണ്, അർഹന്തനാണ്, സമ്മാസംബുദ്ധനാണ്, വിദ്യയിലും ആചരണയിലും സമ്പന്നനാണ്, പരിശുദ്ധനാണ്, ലോകത്തെ അറിയുന്ന വ്യക്തിയാണ്, പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമ ശിക്ഷണം നൽകുന്ന ഒരു വ്യക്തിയാണ്, ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും ശാസ്താവാണ്, ബുദ്ധനാണ്, ഭഗവാനാണ്. അദ്ദേഹം ഈ ലോകത്തെ, അതിലെ എല്ലാ ദേവന്മാരെയും മാരന്മാരെയും ബ്രഹ്മന്മാരെയും ശ്രമണ ബ്രാഹ്മണന്മാരെയും പ്രജകളെയും ദേവന്മാരെയും മനുഷ്യന്മാരെയും സ്വയം അന്തർദൃഷ്ടിയാൽ കണ്ടുകൊണ്ട് മറ്റുള്ളവരോട് അവരെപ്പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം അത്തരത്തിലുള്ള ധർമ്മമാണ് പഠിപ്പിക്കുന്നത്. അത് തുടക്കത്തിൽ കല്യാണകരമാണ്, മധ്യത്തിലും കല്യാണകരമാണ്, അന്ത്യത്തിലും കല്യാണകരമാണ്, അർത്ഥവത്താണ്. അതുകൂടാതെ ശരിയായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. കേവലം പരിപൂർണവും പരിശുദ്ധവുമായിട്ടുള്ള ബ്രഹ്മചര്യ ജീവിതമാണ് അദ്ദേഹം പ്രകാശിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള അർഹന്തന്മാരെ ദർശിക്കുന്നത് പുണ്യകരമായിട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് ബ്രഹ്മായു എന്ന് പറയുന്ന ആ ബ്രാഹ്മണന് ഉത്തര എന്ന് പറയുന്ന ഒരു ശിഷ്യനുണ്ടായിരുന്നു. ആ ശിഷ്യനും 3 വേദങ്ങളും പഠിച്ചിട്ടുണ്ട്. അതിലെ പദങ്ങളുടെ അർത്ഥം, ആചാരാനുഷ്ഠാനം, ശബ്ദശാസ്ത്രം, നിരുക്തം, നിയമം, ഭാഷാശാസ്ത്രം, പ്രപഞ്ചശാസ്ത്രം, വ്യാകരണം, അതേപോലെ തന്നെ മഹാപുരുഷന്മാരുടെ ലക്ഷണങ്ങൾ, ഇതെല്ലാം ആ ശിഷ്യനും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രഹ്മായു എന്ന് പറയുന്ന ആ ബ്രാഹ്മണൻ ഉത്തരനോട് ഭഗവാൻ വിദേഹ രാജ്യത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആ ഭഗവാൻ അർഹന്തനാണ്, സമ്മാസംബുദ്ധനാണ്, വിദ്യാചരണ സമ്പന്നനാണ്, മനുഷ്യരുടെയും ദേവരുടെയും ശാസ്താവാണ്. ആ ഭഗവാനെ കാണുന്നത് പുണ്യകരമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഉത്തര, താങ്കൾ ഒരു കാര്യം ചെയ്യുക, ശ്രമണ ഗൗതമൻ്റെ അടുത്ത് പോവുക. അദ്ദേഹത്തെപ്പറ്റി കേട്ടുള്ള എല്ലാ കാര്യങ്ങളും സത്യമാണോ എന്ന് അന്വേഷിക്കുക എന്ന് പറഞ്ഞു. അന്വേഷിച്ചതിന് ശേഷം താങ്കളിൽ നിന്ന് ഞാൻ ആ ഭഗവാനെ പറ്റി ഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഉത്തരൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, ആ ശ്രമണ ഗൗതമൻ അദ്ദേഹത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ ശരിയെന്ന് മനസ്സിലാക്കുക? പ്രിയപ്പെട്ട ഉത്തര, നമ്മുടെ ശാസ്ത്രങ്ങളിൽ 32 മഹാപുരുഷ ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ 32 മഹാപുരുഷ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഒരു വ്യക്തിക്ക് 2 ഗതികളെ ഉണ്ടാകുകയുള്ളൂ. ആ വ്യക്തി ഗൃഹസ്ഥനായിട്ട് ജീവിക്കുകയാണെങ്കിൽ ആ വ്യക്തി രാജ്യം ഭരിക്കുന്ന ഒരു മഹാചക്രവർത്തിയായിട്ട് മാറും. ധർമ്മത്താൽ ആ വ്യക്തി രാജ്യം ഭരിക്കും. 4 ദിശകളിലേക്കും ആ വ്യക്തിയുടെ രാജ്യം പരക്കും. രാജ്യത്ത് ശരിയായിട്ടുള്ള ഭരണം അദ്ദേഹം നടത്തും. അതുകൂടാതെ അദ്ദേഹത്തിന് ഈ 7 രത്നങ്ങൾ ഉണ്ടായിരിക്കും. ചക്രരത്നം, ആനയുടെ രത്നം, കുതിരയുടെ രത്നം, വജ്രത്തിൻ്റെ രത്നം, സ്ത്രീയുടെ രത്നം, ഗ്രഹപതി രത്നം, പരിണായക രത്നം,
പരിണായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലർ എന്നാണ് അർത്ഥം. ആ ചക്രവർത്തിക്ക് ആയിരക്കണക്കിന് പുത്രന്മാരുണ്ടായിരിക്കും. അവർ വീരശൂര പരാക്രമികളായിരിക്കും. ആ രാജാവിൻ്റെ ശത്രുരാജ്യങ്ങളെ ആ പുത്രന്മാർ അമർച്ച ചെയ്യുന്നതായിരിക്കും. സമുദ്രം വരെയുള്ള ആ രാജ്യങ്ങളെ കീഴടക്കിക്കൊണ്ട് അദ്ദേഹം ധർമ്മത്താൽ ആ രാജ്യങ്ങളെ ഭരിക്കും. വടിയോ ശസ്ത്രങ്ങളോ ഇല്ലാതെ രാജ്യത്തെ ഭരിക്കും. അതായത് ആക്രമിക്കാതെ ധർമ്മമാർഗത്തിലൂടെ രാജ്യത്തെ ഭരിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ ആ വ്യക്തി ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയാകുകയാണെങ്കിൽ ആ വ്യക്തി അർഹന്തനാകും, സമ്പുദ്ധനാകും, ലോകത്തെ അതിൻ്റെ മായയിൽ നിന്ന് വിമുക്തമാക്കും. പ്രിയപ്പെട്ട ഉത്തര, ഞാനാണ് താങ്കൾക്ക് ശാസ്ത്രങ്ങൾ തന്നത്. താങ്കളാണ് ആ ശാസ്ത്രങ്ങളെ ഗ്രഹിച്ചത്. ശരി ഗുരുവേ എന്ന് പറഞ്ഞ് അദ്ദേഹം ഉത്തരം കൊടുത്തു. ആ ബ്രാഹ്മണൻ സ്വന്തം ആസനത്തിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം തൻ്റെ ഗുരുവിനെ വന്ദിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ ആദരപൂർവ്വം വലം വെച്ചു. എന്നിട്ട് വിദേഹ രാജ്യത്തേക്ക് പുറപ്പെട്ടു. അവിടെയായിരുന്നു ബുദ്ധൻ ചാരിക ചെയ്തുകൊണ്ടിരുന്നത്. ക്രമേണ യാത്ര ചെയ്തുകൊണ്ട് ആ ഉത്തര എന്ന് പറയുന്ന ബ്രാഹ്മണൻ ഭഗവാന്റെ അടുത്തെത്തി. അദ്ദേഹത്തെ വന്ദിച്ചു. കുശലപ്രശ്നങ്ങൾ എല്ലാം തന്നെ ചെയ്തു. വന്ദനവും കുശലപ്രശ്നങ്ങൾക്കും ശേഷം ആ ബ്രാഹ്മണൻ ഒരു ഭാഗത്ത് ഇരുന്നു. എന്നിട്ട് ഭഗവാന്റെ ശരീരത്തിൽ 32 മഹാപുരുഷ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് സൂക്ഷ്മമായിട്ട് വീക്ഷിക്കാൻ തുടങ്ങി. ആ ഉത്തരൻ എന്ന ബ്രാഹ്മണ കുമാരൻ 30 മഹാപുരുഷ ലക്ഷണങ്ങളെയും കണ്ടു. പക്ഷേ 2 അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. അതിനെപ്പറ്റി ആ ഉത്തരൻ്റെ മനസ്സിൽ സംശയങ്ങളുണ്ടായി. ഭഗവാന്റെ ഗുപ്താംഗം അഗ്രചർമ്മം കൊണ്ട് മൂടിയതാണോ? നാവ് നല്ല പോലെ നീളമുള്ളതാണോ? ഇത് രണ്ടിലാണ് ആ ഉത്തര ബ്രാഹ്മണന് സംശയമുണ്ടായത്. അപ്പോൾ ഭഗവാന് ഇങ്ങനെ തോന്നി, ഈ ബ്രാഹ്മണ വിദ്യാർത്ഥി ഉത്തരൻ മഹാപുരുഷ ലക്ഷണങ്ങൾ 30 കണ്ടു, പക്ഷേ 2 മാത്രം കാണാൻ ബാക്കിയുണ്ട്. അതിനെപ്പറ്റി ആ വ്യക്തിയുടെ മനസ്സിൽ സംശയമുണ്ട്. ഗുപ്താംഗം അഗ്രചർമ്മം കൊണ്ട് മൂടിയതാണോ? അതേപോലെ തന്നെ നാവ് നീളമുള്ളതാണോ? ഗുപ്താംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനനേന്ദ്രിയം. അപ്പോൾ ഭഗവാൻ തൻ്റെ അത്ഭുത ഇദ്ധിശക്തി അല്ലെങ്കിൽ ദിവ്യശക്തി അത്തരത്തിൽ പ്രയോഗിച്ചു. ആ സമയത്ത് ഉത്തരന് അദ്ദേഹത്തിൻ്റെ ഗുപ്താംഗത്തെ കാണാൻ സാധിച്ചു. അതിൽ അഗ്രചർമ്മം ഉണ്ട്. അഗ്രചർമ്മത്താൽ മൂടിയതാണ് ആ ഗുപ്താംഗം. എന്നിട്ട് ഭഗവാൻ തൻ്റെ നാവ് കൊണ്ട് 2 ചെവികൾ വരെ നാവുകളെ നീട്ടി. അതിനുശേഷം ആ നാവുകൾ കൊണ്ട് തന്നെ നെറ്റിത്തടത്തിൽ മുഴുവൻ അദ്ദേഹം നാവുകളെ ഓട്ടിച്ചു. അപ്പോൾ ഉത്തരൻ ഇങ്ങനെ വിചാരിച്ചു, ശ്രമണ ഗൗതമന് 32 മഹാപുരുഷ ലക്ഷണങ്ങളും ഉണ്ട്. എന്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പിന്തുടർന്നുകൂടാ? എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം നോക്കിക്കൂടാ? അപ്പോൾ ഉത്തരൻ എന്ന് പറയുന്ന ആ ബ്രാഹ്മണൻ ഭഗവാനെ 7 മാസം നിഴൽ പോലെ പിന്തുടർന്നു. 7 മാസങ്ങൾക്ക് ശേഷം ഉത്തര എന്ന് പറയുന്ന ആ ബ്രാഹ്മണൻ വീണ്ടും മിഥിലയിലേക്ക് തിരിച്ചുപോയി. അവിടെ അദ്ദേഹം ബ്രാഹ്മണൻ ബ്രഹ്മായുവിനെ കണ്ടു, വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്ത് ഇരുന്നു. ബ്രഹ്മായു ബ്രാഹ്മണൻ ഉത്തരനോട് ഇങ്ങനെ പറഞ്ഞു, പ്രിയപ്പെട്ട ഉത്തര, ശ്രമണ ഗൗതമനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ ശരിയാണോ അതോ തെറ്റാണോ? ഉത്തരൻ പറഞ്ഞു, എല്ലാം ശരിയാണ് ഗുരു. ഗൗതമ ശാസ്താവിന് 32 മഹാപുരുഷ ലക്ഷണങ്ങളുണ്ട്. ഇനി ആ ഓരോ മഹാപുരുഷ ലക്ഷണങ്ങളെക്കുറിച്ചും അദ്ദേഹം വിവരിക്കാൻ പോവുകയാണ്. പല അച്ഛനമാരും തൻ്റെ കുട്ടികളെ കാണുന്ന സമയത്ത് ഈ കുട്ടി ബുദ്ധനെ പോലെയാകും, ഈ കുട്ടി ഒരു മഹാപുരുഷനാകും എന്ന് ആലോചിക്കാറുണ്ട്. അവർക്കും ആ കുട്ടിയിൽ ഈ പറയുന്ന മഹാപുരുഷ ലക്ഷണങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ്. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി ഒരു ചക്രവർത്തിയാകും, അല്ലെങ്കിൽ ഒരു മഹാപുരുഷനാകും. ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണമുണ്ടെങ്കിൽ തന്നെ അത് വളരെ നല്ലൊരു കാര്യമാണ്. അത് എന്തുകൊണ്ടാണ്, ഏത് കർമ്മത്തിൻ്റെ ശുഭഫലം കൊണ്ടാണ് ഇത്തരം ലക്ഷണങ്ങൾ വരുന്നത് എന്ന് വേറൊരു സൂത്രത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ആ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. 1. സുപ്പതിഷ്ഠിത പാദത. പാദങ്ങളുടെ അടിഭാഗം പരന്നതായിരിക്കും, അതിൽ ഒരിക്കലും കുഴിയുണ്ടാവില്ല. 2. പാദതല ചക്കത. പാദങ്ങളുടെ അടിയിൽ 1000 ആരങ്ങളുള്ള ഒരു ചക്രത്തിൻ്റെ ചിഹ്നം ഉണ്ടാവും. അതിൻ്റെ അച്ചുതണ്ടും ചക്രങ്ങളും വരെ വളരെ വ്യക്തമായിട്ട് ഉണ്ടാകും. അതായത് നടക്കുന്ന സമയത്ത് താഴത്ത് മണലിൽ ഈ 1000 ആരങ്ങളുള്ള ചക്രത്തിൻ്റെ ഒരു ചിത്രം അവിടെ ഫലിക്കുന്നതാണ്, കാണുന്നതാണ്. 3. ആയുധ പണ്ഡിതാദിതി. കുതിങ്കാലുകൾ അല്പം നീളമുള്ളതായിരിക്കും. 4. ദീഘഞ്ജലി.
കൈലിയും കാലിലെയും വിരലുകൾ വളരെ നീളമുള്ളത് ആയിരിക്കും. മൃദുത ലുനഹത്തപാദു, അദ്ദേഹത്തിൻ്റെ കൈകളും അതേപോലെ തന്നെ പാദങ്ങളും വളരെ മൃദുലമായിരിക്കും. കരചരണ മൃദുജാലത, അദ്ദേഹത്തിൻ്റെ കൈകളും കാലുകളും വലകൾ പോലെ അതിൽ കാണാവുന്നതാണ്. ഉസ്സത്തപാദു, കണങ്കാലുകൾ അല്പം ഉയർന്നതായിരിക്കും. ഏണി ജംഗത, കാലുകൾ മാനുകളുടെ കാലിനെ പോലെ ഉള്ളതായിരിക്കും. ഉദ്ദഗലോമത, എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വളയാതെ തന്നെ തൻ്റെ കൈകൾ കൊണ്ട് മുട്ടുകളിൽ തഴുകാൻ സാധിക്കും. കോസോഹിത വത്തഗുഹ്യത, അദ്ദേഹത്തിൻ്റെ ഗുപ്താംഗം എന്ന് പറയുന്നത് അഗ്രചർമ്മത്താൽ മൂടപ്പെട്ടതായിരിക്കും. സുവർണവണ്ണത, അദ്ദേഹത്തിൻ്റെ ശരീരം സ്വർണ്ണവർണ്ണം ഉള്ളതായിരിക്കും. സുഖമച്ചവിത, അദ്ദേഹത്തിൻ്റെ തൊലി എന്ന് പറയുന്നത് വളരെ മൃദുലമായിരിക്കും. അതിൽ യാതൊരു വിധത്തിലുള്ള മണ്ണോ പൊടിയോ ഒന്നും തന്നെ പറ്റുന്നതല്ല. ഏകേക ലോമത ഉണ്ണ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ഓരോ രോമകൂപങ്ങളിലും ഒരു രോമം മാത്രമായിരിക്കും ഉണ്ടാകുക. ഉദ്ദഗ ലോമത, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ രോമങ്ങൾ മുകൾ ഭാഗത്തേക്കായിരിക്കും വളരുക. ഓരോന്നും വളരെ കറുപ്പ് നിറമായിരിക്കും. അതുകൂടാതെ അഗ്രം വലത്തോട്ട് വളഞ്ഞിരിക്കും. ബ്രഹ്മജുഗതോ, അദ്ദേഹത്തിൻ്റെ ശരീരം ബ്രഹ്മാവിനെ പോലെ നിവർന്നതായിരിക്കും, വളവൊന്നുമില്ലാത്തതായിരിക്കും. സത്വരസദത, അദ്ദേഹത്തിൻ്റെ 7 ഭാഗങ്ങൾ ഉയർന്നതായിരിക്കും അല്ലെങ്കിൽ പൊങ്ങിയതായിരിക്കും. സിംഹ പുബഡ കായതാദി, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ മുൻഭാഗം ഒരു സിംഹത്തിൻ്റെ മുൻഭാഗം പോലെ ഇരിക്കും. ചിതന്തരംസോ, അദ്ദേഹത്തിൻ്റെ തോളുകൾക്ക് ഇടയിൽ കുഴിഞ്ഞ ഭാഗം ഉണ്ടായിരിക്കില്ല, നിറഞ്ഞ ഭാഗമായിരിക്കും ഉണ്ടാകുക. നിഗ്രോധ പരിമണ്ഡലത, അദ്ദേഹത്തിൻ്റെ ശരീരം പേരാലിനെ പോലെ സമതുല്യമുള്ളതായിരിക്കും. എത്ര തന്നെ നീളമുണ്ടോ അത്ര തന്നെ വീതിയും ഉള്ളതായിരിക്കും. അതായത് 2 കൈകളും നിവർത്തി കഴിഞ്ഞാൽ എത്ര തന്നെ അളവുണ്ടോ അത്ര തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉയരം. സമവട്ടഖന്തോ, അദ്ദേഹത്തിൻ്റെ ശരീരം വൃത്താകൃതിയിൽ ഉള്ളതായിരിക്കും. രസഗ സിഗ്ഗത, ശരിയായിട്ട് ഭക്ഷണത്തിൻ്റെ രുചി അറിയാൻ അദ്ദേഹത്തിന് സാധിക്കും. സീഹ ഹനുത, അദ്ദേഹത്തിൻ്റെ താടിയെല്ലുകൾ സിംഹത്തിൻ്റെ താടിയെല്ലുകൾ പോലെ ദൃഢമായിരിക്കും. ചത്താലീസ ദന്തത, പല്ലുകൾ എണ്ണി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 40 കാണും. സമദന്തത, ആ പല്ലുകൾ എല്ലാം തന്നെ ഒരേപോലെ വലിപ്പമുള്ളതായിരിക്കും. അവിരളദന്തത, പല്ലുകൾക്ക് ഇടയ്ക്ക് ഒട്ടും തന്നെ വിടവുണ്ടായിരിക്കില്ല. സുക്കദന്തത, പല്ലുകൾ വളരെ വെളുത്ത നിറത്തിലുള്ളതായിരിക്കും. പഹുദജിഹ്വ, നാവുകൾ നല്ല നീളമുള്ളതായിരിക്കും. ബ്രഹ്മസരത, ശബ്ദം ബ്രഹ്മാവിനെ പോലെ കേൾക്കാൻ ഇമ്പമുള്ള ശബ്ദമായിരിക്കും. അഭിനീല നേത്തത, കണ്ണുകൾ വളരെ നീല നിറത്തിലുള്ള കണ്ണുകളായിരിക്കും. ഗോപഗുമത, കണ്ണിൻ്റെ ഇമകളിലെ രോമങ്ങൾ പശുവിൻ്റെ കണ്ണിൻ്റെ രോമങ്ങളെപ്പോലെ ഉണ്ടാകും. ഉണ്ണാഭമുഖന്തരത, പുരുകങ്ങൾക്ക് ഇടയുള്ള രോമം വെള്ളയായിരിക്കും, പഞ്ഞുപോലെ ഉണ്ടാകുന്നതാണ്. ഉണ്ണീസസീസത, അദ്ദേഹത്തിൻ്റെ തല രാജാവിൻ്റെ തലയിലെ മകുടം പോലെ ഉള്ളതായിരിക്കും. ശ്രമണ ഗൗതമന് ഒരു മഹാപുരുഷൻ്റെ ഈ 32 ലക്ഷണങ്ങളും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് വളരെ പ്രേരണാദായകമാണ്. എത്തരത്തിലാണ് അദ്ദേഹം പെരുമാറുന്നത് എന്ന് നമ്മൾക്ക് ഈ സൂത്രത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എത്രമാത്രം സതീ സമ്പജന്യത്തോടു കൂടിയിട്ടാണ് ഒരു അർഹന്തൻ അല്ലെങ്കിൽ സമ്മാ സമ്പുദ്ധൻ ഇരിക്കുന്നത് എന്ന് നമ്മൾക്ക് ഈ സൂത്രത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അദ്ദേഹം നടക്കാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യം വയ്ക്കുന്നത് വലത് കാലായിരിക്കും. നടക്കുന്ന സമയത്ത് കാലുകളെ ഒരുപാട് ദൂരെ വയ്ക്കാറില്ല, അതേപോലെ തന്നെ വളരെ അടുത്തും വയ്ക്കാറില്ല. അദ്ദേഹം വളരെ വേഗത്തിലും അതേപോലെ തന്നെ വളരെ പതുക്കിയും നടക്കാറില്ല. അദ്ദേഹം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണങ്കാലുകളോ അല്ലെങ്കിൽ മുട്ടുകളോ മറ്റേ കാലിൽ ഒരിക്കലും മുട്ടില്ല. നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തുടകൾ അധികം വളയ്ക്കാറില്ല, അതേപോലെ തന്നെ അധികം നിവൃത്തിയും വയ്ക്കാറില്ല. തുടകളെ വളരെ അയച്ചു വിടാറില്ല, മുറുകെ പിടിക്കാറുമില്ല. അദ്ദേഹം നടക്കുന്ന സമയത്ത് അരയ്ക്ക് താഴെയുള്ള ഭാഗങ്ങൾ മാത്രമാണ് ചലിക്കുന്നത്. ഒട്ടും തന്നെ ശ്രമമില്ലാതെയാണ് അദ്ദേഹം നടക്കുന്നത്. അദ്ദേഹം പുറകോട്ട് തിരിയുന്ന സമയത്ത് അദ്ദേഹം ശരീരം മുഴുവൻ തിരിച്ചുകൊണ്ടാണ് നോക്കാറുള്ളത്. നടക്കുന്ന സമയത്ത് അദ്ദേഹം മുകളിലേക്ക് നോക്കാറില്ല, അതേപോലെ തന്നെ താഴോട്ടും നോക്കാറില്ല. നടക്കുന്ന സമയത്ത് ചുറ്റുമുള്ള കാഴ്ചകൾ അദ്ദേഹം ഒരിക്കലും കാണാറില്ല. നടക്കുന്ന സമയത്ത് ഒരു യുഗം മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. മുൻപോട്ട് ഒരു യുഗം മാത്രമേ അദ്ദേഹം നോക്കിയുള്ളൂ. ആൾക്കാർ ഉള്ള സ്ഥലത്ത് അദ്ദേഹം പ്രവേശിക്കുന്ന സമയത്ത്
അദ്ദേഹം തൻ്റെ ശരീരത്തെ ഒരുപാട് നിവർത്തി വയ്ക്കാറുമില്ല, ഒരുപാട് കുമ്പിടാറും ഇല്ല. ശരീരത്തെ ഒരുപാട് അയച്ചു വിടാറില്ല, അതേപോലെ തന്നെ മുറുക്കെ പിടിക്കാറും ഇല്ല. ആസനത്തിൽ ഇരിക്കുന്ന സമയത്ത് ആസനത്തിൻ്റെ മുൻപോട്ടോ പിറകോട്ടോ ഇരിക്കാറില്ല. ഇരിക്കുന്ന സമയത്ത് കൈകളെ എവിടെയെങ്കിലും തൂക്കി വയ്ക്കാറില്ല. സീറ്റിൽ അമർന്ന് ഇരിക്കാറില്ല. ജനങ്ങൾ കൂടുതലുള്ള സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ കൈകളെ കൊണ്ടോ കാലുകളെ കൊണ്ടോ യാതൊരുവിധ ചലനങ്ങളും ഉണ്ടാക്കുന്നില്ല, അംഗവിക്ഷേപങ്ങൾ നടത്താറില്ല. ഇരിക്കുന്ന സമയത്ത് മുട്ടുകളും അതേപോലെ തന്നെ കണങ്കാലുകളും മുട്ടുന്ന തരത്തിൽ ഇരിക്കാറില്ല. ഇരിക്കുന്ന സമയത്ത് കയ്യിൽ താടി അമർത്തിക്കൊണ്ട് ഇരിക്കാറില്ല. ധാരാളം ആളുകൾ ഉള്ള സ്ഥലത്ത് അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം വിറയ്ക്കാറില്ല, ഇളകാറില്ല, അനങ്ങാറില്ല. ഒട്ടും തന്നെ ഭയമില്ലാതെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. ധാരാളം ആൾക്കാർ ഉള്ള സ്ഥലത്ത് ഇരിക്കുന്ന സമയത്തും അദ്ദേഹം ആരും ഇല്ലാത്ത സ്ഥലത്ത് ഇരിക്കുന്നത് പോലെയാണ് ഇരിക്കുക. അതായത് ഒന്നും തന്നെ ബാധിക്കാത്തതുപോലെയാണ് ഇരിക്കുക. ഭിക്ഷാപാത്രം കഴുകുന്നതിനുള്ള വെള്ളം എടുക്കുന്ന സമയത്ത് അദ്ദേഹം ഭിക്ഷാപാത്രത്തെ നേരെ പിടിക്കാറില്ല, വളച്ചും പിടിക്കാറില്ല, അതിനെ മുറുകെ പിടിക്കാറില്ല, അതേപോലെ തന്നെ അയച്ചും പിടിക്കാറില്ല. കഴുകാനുള്ള വെള്ളം സ്വീകരിക്കുന്ന സമയത്ത് വളരെ കുറവ് വെള്ളം സ്വീകരിക്കാറില്ല, അതേപോലെ തന്നെ കൂടുതൽ വെള്ളവും സ്വീകരിക്കാറില്ല. ഭിക്ഷാപാത്രം കഴുകുന്ന സമയത്ത് ശബ്ദം കേൾപ്പിക്കാതെയാണ് അത് കഴുകുക. അതിനെ കറക്കിക്കൊണ്ട് ഒരിക്കലും കഴുകാറില്ല. കൈ കഴുകാൻ വേണ്ടി ഭിക്ഷാപാത്രം ഒരിക്കലും താഴെ വയ്ക്കാറില്ല. ഭിക്ഷാപാത്രത്തെയും കൈകളെയും ഒരേ സമയത്താണ് കഴുകുക. ഭിക്ഷാപാത്രം കഴുകിയതിന് ശേഷം ആ വെള്ളം ഒരുപാട് ദൂരെ കളയാറില്ല, വളരെ അടുത്തും കളയാറില്ല. അതിനെ എല്ലായിടത്തും ചിതറി ഒഴിക്കാറുമില്ല. ചോറ് ഭിക്ഷാപാത്രത്തിൽ വാങ്ങിക്കുന്ന സമയത്ത് ഭിക്ഷാപാത്രത്തെ അദ്ദേഹം നേരെ വയ്ക്കാറില്ല, അതേപോലെ തന്നെ അധികം ചരിച്ചും വയ്ക്കാറില്ല. ഭിക്ഷാപാത്രത്തെ ഒരുപാട് അടുത്ത് പിടിക്കാറില്ല, അതേപോലെ തന്നെ വളരെ ലൂസായിട്ടും പിടിക്കാറില്ല. ചോറ് വാങ്ങിക്കുന്ന സമയത്ത് കൂടുതൽ ചോറ് വാങ്ങിക്കാറില്ല, അതേപോലെ തന്നെ വളരെ കുറച്ച് ചോറും വാങ്ങിക്കാറില്ല. കറികളും ചോറിനനുസരിച്ച് മാത്രമാണ് വാങ്ങിക്കുക, കൂടുതൽ കറികൾ വാങ്ങിക്കാറില്ല. അദ്ദേഹം വായിലിടുന്ന ഭക്ഷണം 2-3 തവണ ചവച്ചരച്ചിട്ടാണ് അതിനെ വിഴുങ്ങുക. എന്നാൽ ഒരു ചോറ് പോലും ചവച്ചരിക്കാതെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയില്ല. ഭക്ഷണം ഇറക്കിയതിന് ശേഷം അല്പം പോലും ഭക്ഷണം അദ്ദേഹത്തിൻ്റെ വായിൽ അവശേഷിക്കില്ല. ഭക്ഷണത്തെ പരിപൂർണമായിട്ട് ചവച്ചിറക്കിയതിന് ശേഷം മാത്രമേ അദ്ദേഹം അടുത്ത ഭക്ഷണം കഴിക്കാൻ പാത്രത്തിൽ കൈവയ്ക്കുകയുള്ളൂ. ഭക്ഷണത്തിൻ്റെ സ്വാദ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ ആ സ്വാദിൽ അദ്ദേഹത്തിന് തൃഷ്ണ ഉണ്ടാകുന്നില്ല. അദ്ദേഹം 8 കാര്യങ്ങളെ ആലോചിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇത് രസത്തിനായിട്ടല്ല കഴിക്കുന്നത്, കഴിക്കാൻ മാത്രമായിട്ടല്ല കഴിക്കുന്നത്, ശരീരത്തിൻ്റെ ഭംഗി കൂട്ടാനോ തടിപ്പിക്കാനോ അല്ല കഴിക്കുന്നത്. ഈ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി മാത്രമാണ് കഴിക്കുന്നത്. ഇതിന് ഹാനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് കഴിക്കുന്നത്. ബ്രഹ്മചര്യത്തെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് കഴിക്കുന്നത്. ഇതുമൂലം ഞാൻ പഴയ വേദനകൾക്ക് അറുതി വരുത്തും, പുതിയ വേദനകളെ ഉണ്ടാക്കുകയില്ല. അങ്ങനെ നിന്ദയില്ലാതെ ഞാൻ ജീവിക്കും, സുഖമായിട്ട് ഞാൻ ജീവിക്കും. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഭിക്ഷാപാത്രത്തെ കഴുകുന്നതിനുള്ള വെള്ളം എടുക്കുന്ന സമയത്ത് അദ്ദേഹം ഭിക്ഷാപാത്രത്തെ നേരെ പിടിക്കാറില്ല, അതേപോലെ തന്നെ ഒരുപാട് വളച്ചും പിടിക്കാറില്ല, ഒരുപാട് ലൂസായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ടൈറ്റായിട്ടോ പിടിക്കാറില്ല. ധാരാളം വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ അദ്ദേഹം സ്വീകരിക്കാറില്ല. പാത്രം കഴുകുന്ന സമയത്ത് ശബ്ദമില്ലാതെയാണ് കഴുകുന്നത്. അതിനെ കറക്കിക്കൊണ്ട് ഒരിക്കലും കഴുകില്ല. കൈ കഴുകുന്നതിന് ആ ഭിക്ഷാപാത്രത്തെ ഒരിക്കലും നിലത്ത് വയ്ക്കുകയില്ല. ഭിക്ഷാപാത്രവും അതേപോലെ തന്നെ കൈകളും ഒരേ സമയത്താണ് കഴുകുന്നത്. ഭിക്ഷാപാത്രത്തെ കഴുകിയ വെള്ളം അദ്ദേഹം ഒരുപാട് ദൂരത്ത് ഒഴിക്കാറില്ല, ഒരുപാട് അടുത്തും ഒഴിക്കാറില്ല. ആ വെള്ളത്തെ പരത്തിയും ഒഴിക്കാറില്ല. ഭക്ഷണം കഴിച്ചതിന് ശേഷം അദ്ദേഹം തൻ്റെ ഭിക്ഷാപാത്രത്തെ കൂടുതൽ തൻ്റെ അടുത്ത് വയ്ക്കാറില്ല, അല്ലെങ്കിൽ തന്നിൽ നിന്ന് ഒരുപാട് ദൂരെയും വയ്ക്കാറില്ല. അദ്ദേഹം ഭിക്ഷാപാത്രത്തെപ്പറ്റി ഒരിക്കലും അശ്രദ്ധനായിരിക്കുന്നില്ല. എന്നാൽ ഭിക്ഷാപാത്രത്തോട് ഒപ്പം അദ്ദേഹം ഒരുപാട് സമയവും ചിലവഴിക്കുന്നില്ല. ഭക്ഷണം കഴിച്ചതിന് ശേഷം അദ്ദേഹം കുറച്ച് സമയം നിശബ്ദനായിട്ട് ഇരിക്കും. എന്നാൽ അനുമോദനം നൽകാനായിട്ട് അദ്ദേഹം കൂടുതൽ സമയം എടുക്കാറില്ല. ഭക്ഷണം കഴിച്ചതിന് ശേഷം അദ്ദേഹം അനുമോദനത്തിൻ്റെ വാക്യം പറയുന്ന സമയത്ത് ഭക്ഷണത്തെപ്പറ്റി നിന്ദ ഒരിക്കലും പറയാറില്ല. ഭാവിയിൽ തനിക്ക് അതേപോലെ തന്നെ ഭക്ഷണം കിട്ടണമെന്നും അദ്ദേഹം പറയാറില്ല. നേരെ മറിച്ച് അദ്ദേഹം ധമ്മകഥകൾ കൊണ്ട് അവരെ
പഠിപ്പിക്കുന്നു, പ്രേരണ നൽകുന്നു, ഉത്സാഹം നൽകുന്നു, അവർക്ക് സന്തോഷം പകരുന്നു. അതിനുശേഷം തൻ്റെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം അദ്ദേഹം പോകുന്നു. അദ്ദേഹം വളരെ വേഗത്തിലോ പതുക്കെയോ നടക്കാറില്ല. അവിടെ നിന്ന് പെട്ടെന്ന് പോകാനും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം തൻ്റെ ശരീരത്തിൽ വസ്ത്രം ധരിക്കുന്ന സമയത്ത് ഒരുപാട് ഉയർത്തി വസ്ത്രം ധരിക്കാറില്ല, ഒരുപാട് താഴ്ത്തിയും വസ്ത്രം ധരിക്കാറില്ല, ഒരുപാട് ഇറുകിയോ അല്ലെങ്കിൽ ഒരുപാട് അയഞ്ഞോ വസ്ത്രം ധരിക്കാറില്ല. ഒരിക്കലും കാറ്റ് അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളെ ശരീരത്തിൽ നിന്ന് അകറ്റാറില്ല. അതുപോലെ തന്നെ മണ്ണും പൊടിയും ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പുരളാറില്ല. ആശ്രമത്തിൽ പോയതിനു ശേഷം അദ്ദേഹം വിരിച്ചു വച്ചിരിക്കുന്ന ആസനത്തിൽ ഇരിക്കും. എന്നിട്ട് കാലുകളെ നല്ലപോലെ കഴുകും. എന്നാൽ കാലുകളെ കഴുകാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് സമയം ഉപയോഗിക്കാറില്ല. കാലുകളെ സുന്ദരമാക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് സമയം ചെലവഴിക്കാറില്ല. കാലുകളെ കഴുകിയതിന് ശേഷം അദ്ദേഹം ചമ്രം മടിഞ്ഞ് നിവർന്ന് ഇരിക്കുന്നു. എന്നിട്ട് പരിമുഖം സതിം ഉപഠവിത്വ, മുഖത്തിന് ചുറ്റും തൻ്റെ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് അദ്ദേഹം ജാഗരൂകനായിട്ട് ഇരിക്കുന്നു. അതായത് ധ്യാനാവസ്ഥയിൽ അദ്ദേഹം ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം തനിക്ക് ഹാനി വരുത്താൻ ആഗ്രഹിക്കുന്നില്ല, മറ്റുള്ളവർക്കും ഹാനി വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. തനിക്കും മറ്റുള്ളവർക്കും ഹാനി വരുത്താൻ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. തനിക്ക് ഹിതകരമായിട്ടുള്ള കാര്യങ്ങളെ അദ്ദേഹം ആഗ്രഹിക്കുന്നുള്ളൂ, മറ്റുള്ളവർക്കും ഹിതകരമായിട്ടുള്ള കാര്യങ്ങളെ അദ്ദേഹം ആഗ്രഹിക്കുന്നുള്ളൂ. തനിക്കും മറ്റുള്ളവർക്കും ഹിതകരമായിട്ടുള്ള കാര്യങ്ങളെ അദ്ദേഹം ആഗ്രഹിക്കാറുള്ളൂ. എല്ലാ ലോകത്തിനും ഹിതകരമായിട്ടുള്ള കാര്യങ്ങളെ അദ്ദേഹം ആഗ്രഹിക്കാറുള്ളൂ. ആശ്രമത്തിൽ അദ്ദേഹം ധർമ്മം പഠിപ്പിക്കുന്ന സമയത്ത് ആ സഭയെ അദ്ദേഹം ഒരിക്കലും പ്രശംസിക്കാറില്ല, അല്ലെങ്കിൽ അവരെ നിന്ദിക്കാറും ഇല്ല. അതിനു പകരം ധർമ്മകഥകൾ കൊണ്ട് ആ സഭയെ അദ്ദേഹം പഠിപ്പിക്കുന്നു, അവരെ പ്രേരിപ്പിക്കുന്നു, അവർക്ക് ഉത്സാഹം കൊടുക്കുന്നു, അവർക്ക് പ്രേരണ കൊടുക്കുന്നു, അവർക്ക് സന്തോഷം കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് 8 ഗുണങ്ങളുണ്ട്. അത് വളരെ വ്യക്തമാണ്, മനസ്സിലാക്കാൻ കഴിയുന്നതാണ്, സന്തോഷം നൽകുന്നതാണ്, കേൾക്കാവുന്നതാണ്, സംക്ഷിപ്തമാണ്, എളുപ്പം മനസ്സിലാക്കാവുന്നതാണ്, അവ്യക്തത ഇല്ലാത്തതാണ്, ഗംഭീരമാണ്, പ്രതിധ്വനിക്കുന്നതാണ്. ആ സഭ എത്ര ദൂരമുണ്ടോ അതിലെ ആൾക്കാർക്ക് വ്യക്തമായിട്ട് കേൾക്കാവുന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിക്കുക. ആ സഭയ്ക്ക് പുറത്ത് അദ്ദേഹത്തിൻ്റെ ശബ്ദം പോകാറില്ല. ശ്രമണ ഗൗതമൻ ധമ്മ കഥ പറയുന്ന സമയത്ത് കേൾക്കുന്നവർക്ക് അതിൽ പ്രേരണ ഉണ്ടാകുന്നു. അതുകൂടാതെ അവർ ആസനത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് അവർ ശ്രമണ ഗൗതമനെ മാത്രം തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് പോവുക. പക്ഷേ അവർക്ക് ആ ധർമ്മകഥ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ശ്രമണ ഗൗതമനെ അല്ലാതെ മറ്റാരെയും അവർ നോക്കാറില്ല. ഗുരുജി, ഞാൻ ശ്രമണ ഗൗതമൻ നടക്കുന്നത് കണ്ടിട്ടുണ്ട്, നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്, ആൾക്കാർ കൂടിയ സ്ഥലത്ത് പ്രവേശിക്കുന്നത് കണ്ടിട്ടുണ്ട്, അവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഭക്ഷിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഭക്ഷണശേഷം മൗനമായിട്ട് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഭക്ഷണശേഷം അനുമോദനം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ആശ്രമത്തിലേക്ക് തിരിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട്, അവിടെ മൗനമായിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട്, എന്നിട്ട് അവിടെയുള്ള സഭയെ ധർമ്മം പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രമണ ഗൗതമൻ ഇത്തരത്തിലുള്ളതാണ്. ഇതിനേക്കാളും എത്രയോ അധികമാണ് അദ്ദേഹം. ഉത്തര ഇങ്ങനെ പറഞ്ഞപ്പോൾ ബ്രഹ്മായു ബ്രാഹ്മണൻ തൻ്റെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു, തൻ്റെ വസ്ത്രം ഒരു തോളിൽ ഒതുക്കി വെച്ചു. എന്നിട്ട് 2 കൈകളും കൂപ്പി ബുദ്ധൻ്റെ ദിശയിലേക്ക് കൈകൂപ്പി നിന്നു. എന്നിട്ട് ഈ ഗാഥകൾ 3 തവണ ആവർത്തിച്ചു. നമോ തസ്സ ഭഗവതോ അർഹതോ സമ്മാ സംബുദ്ധസ്സ, നമോ തസ്സ ഭഗവതോ അർഹതോ സമ്മാ സംബുദ്ധസ്സ, നമോ തസ്സ ഭഗവതോ അർഹതോ സമ്മാ സംബുദ്ധസ്സ. ആ ഭഗവാന് നമസ്കാരം, അർഹന്തിന് സമ്മാ സംബുദ്ധന് നമസ്കാരം. തീർച്ചയായിട്ടും എനിക്ക് ഒരിക്കൽ അദ്ദേഹത്തെ കാണാൻ സാധിക്കും. അതിനുശേഷം അദ്ദേഹവുമായിട്ട് അല്പം സംവദിക്കാൻ എനിക്ക് സാധിച്ചേക്കും. അതിനുശേഷം ഭഗവാൻ വിദേഹന്മാരുടെ രാജ്യത്ത് ക്രമേണ ചാരിക ചെയ്തുകൊണ്ട് മിഥില നഗരത്തിൽ എത്തിച്ചേർന്നു. മിഥിലയിൽ അദ്ദേഹം മഖദേവൻ്റെ മാവിൻ്റെ വനത്തിൽ താമസിച്ചു. അപ്പോൾ മിഥിലയിലുള്ള ബ്രാഹ്മണന്മാരും ഗൃഹസ്ഥന്മാരും ഇങ്ങനെ കേട്ടു. ശ്രമണ ഗൗതമൻ അദ്ദേഹം ശാക്യകുലത്തിൽപ്പെട്ട വ്യക്തിയാണ്. ശാക്യകുലത്തിൽ നിന്ന് അദ്ദേഹം പ്രവജ്യം നേടിയ വ്യക്തിയാണ്. അദ്ദേഹം മിഥിലയിൽ വന്നിട്ടുണ്ട്. മിഥിലയിൽ മഖദേവൻ്റെ മാവിൻ തോട്ടത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിനെ പറ്റി ഇങ്ങനെയുള്ളൊരു കീർത്തി ശബ്ദം കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഭഗവാനാണ്, അർഹന്തനാണ്, സമ്മാ സംബുദ്ധനാണ്, വിദ്യയിലും ആചരണത്തിലും സമ്പന്നനാണ്, പരിശുദ്ധനാണ്, ലോകത്തെ അറിയുന്ന വ്യക്തിയാണ്,
ധർമ്മം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമനായിട്ടുള്ള ശിക്ഷകനാണ്. ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും ശാസ്താവാണ്. ബുദ്ധനാണ്, ഭഗവാനാണ്. അദ്ദേഹം ഈ ലോകത്തിലെ ദേവന്മാരെയും മാരന്മാരെയും ബ്രഹ്മന്മാരെയും സമണ ബ്രാഹ്മണന്മാരെയും ഈ ലോകത്തെ മുഴുവനും ദേവന്മാരെയും മനുഷ്യന്മാരെയും സ്വയം അന്തർദൃഷ്ടി കൊണ്ട് കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് അവരെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹം അത്തരം ധർമ്മത്തെയാണ് പഠിപ്പിക്കുന്നത്. അതിൻ്റെ ആദ്യം കല്യാണകരമാണ്, മദ്യം കല്യാണകരമാണ്, അന്ത്യം കല്യാണകരമാണ്, അർത്ഥവത്താണ്, ശരിയായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്, കേവലം പരിപൂർണമാണ്, കേവലം പരിശുദ്ധമാണ്. അത്തരം ബ്രഹ്മചര്യത്തെയാണ് അദ്ദേഹം പ്രകാശിപ്പിക്കുന്നത്. ആ രീതിയിലുള്ള അർഹന്തന്മാരെ ദർശിക്കുന്നത് പുണ്യപ്രദമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മിഥിലയിലുള്ള ആ ബ്രാഹ്മണന്മാരും ഗൃഹസ്ഥന്മാരും ഭഗവാന്റെ അടുത്ത് പോയി. ഒരു ഭാഗത്ത് ഇരിക്കുന്നതിന് മുമ്പ് ചിലർ അദ്ദേഹത്തെ വന്ദിച്ചു, ചിലർ അദ്ദേഹത്തിനോട് കുശലപ്രശ്നങ്ങൾ ചോദിച്ചു, അഭിവാദ്യം ചെയ്തു. ചിലർ ഇരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് നേരെ കൈകൂപ്പി. ചിലർ അവരുടെ പേരും അതേപോലെ തന്നെ കുലവും വിളിച്ചു പറഞ്ഞു. ചിലർ മൗനമായിട്ട് ഇരുന്നു. അപ്പോൾ ബ്രഹ്മായു ബ്രാഹ്മണനും ഭഗവാൻ മിഥിലയിൽ വന്നിട്ടുണ്ട് എന്ന് കേട്ടു. അപ്പോൾ ബ്രഹ്മായു ബ്രാഹ്മണനും മഹദേവൻ്റെ മാവിൻ തോട്ടത്തിലേക്ക് ഒരുപാട് ശിഷ്യന്മാരുമായിട്ട് അദ്ദേഹവും പുറപ്പെട്ടു. മാവിൻ തോട്ടം എത്തുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, ശ്രമണ ഗൗതമനോട് മുൻകൂട്ടി സൂചന കൊടുക്കാതെ ഞാൻ പോകുന്നത് ശരിയല്ല. അതിനാൽ അദ്ദേഹം തൻ്റെ ഒരു ശിഷ്യനോട് ഇങ്ങനെ പറഞ്ഞു, ശിഷ്യ, താങ്കൾ ശ്രമണ ഗൗതമൻ്റെ അടുത്ത് പോകുക. എന്നിട്ട് എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് താങ്കളുടെ ശിരസ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ വന്ദിക്കുക. എന്നിട്ട് അദ്ദേഹത്തിന് സുഖമാണോ, ക്ഷേമമാണോ, ശരീരത്തിന് ആരോഗ്യമുണ്ടോ, സുഖമായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത് എന്ന് ചോദിക്കുക. അതിനുശേഷം ഇങ്ങനെ പറയുക, ഗൗതമശാസ്ത്ര, ബ്രഹ്മായു ബ്രാഹ്മൺ വളരെ വൃദ്ധനാണ്, വാർദ്ധക്യം പ്രാപിച്ച വ്യക്തിയാണ്, വളരെ വയസ്സായിട്ടുള്ള വ്യക്തിയാണ്, ജീവിതത്തിൻ്റെ അന്തിമ ദശയിൽ എത്തി നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് 120 വർഷം പ്രായമായി. അദ്ദേഹത്തിന് 3 വേദങ്ങൾ അറിയാം. ആ വേദങ്ങളുടെ പദങ്ങളുടെ അർത്ഥം അറിയാം, ആചാര അനുഷ്ഠാനം അറിയാം, ശബ്ദശാസ്ത്രം അറിയാം, നിരുക്തം അറിയാം, അതിൻ്റെ നിയമം അറിയാം, ഭാഷാശാസ്ത്രം അറിയാം, പ്രപഞ്ചശാസ്ത്രം അറിയാം, വ്യാകരണം അറിയാം. അതേപോലെ തന്നെ മഹാപുരുഷ ലക്ഷണങ്ങളിലും അദ്ദേഹം പ്രാവീണ്യമുള്ളവനാണ്. മിഥിലയിൽ എത്ര ബ്രാഹ്മണന്മാരുണ്ടോ, ഗൃഹസ്ഥന്മാരുണ്ടോ, അവരിൽ അഗ്രനാണ് അദ്ദേഹം. ധനത്തിലും ശാസ്ത്രത്തിലും ആയുസ്സിലും പ്രശസ്തിയിലും അദ്ദേഹം ഏറ്റവും അഗ്രനാണ്. അദ്ദേഹം ശ്രമണ ഗൗതമനെ കാണാൻ ആഗ്രഹിക്കുന്നു. ശരി ഗുരുജി എന്ന് ആ ശിഷ്യൻ ഉത്തരം കൊടുത്തു. ആ ശിഷ്യൻ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ചെയ്തു. അപ്പോൾ ഭഗവാൻ ആ ശിഷ്യനോട് ഇങ്ങനെ പറഞ്ഞു, തീർച്ചയായിട്ടും ബ്രഹ്മായു ബ്രാഹ്മണൻ എപ്പോൾ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ അദ്ദേഹത്തിന് വരാവുന്നതാണ്. അപ്പോൾ ആ വിദ്യാർത്ഥി ബ്രഹ്മായുവിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ഗൗതമശാസ്ത്രവുമായിട്ട് താങ്കൾ കൂടിക്കാഴ്ച നടത്താനുള്ള ആഗ്രഹം അദ്ദേഹം സമ്മതിച്ചു. താങ്കൾക്ക് സൗകര്യമുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാവുന്നതാണ്. അപ്പോൾ ബ്രഹ്മായു എന്ന ബ്രാഹ്മണൻ ഭഗവാന്റെ അടുത്ത് പോയി. അപ്പോൾ ആ സഭ അദ്ദേഹം ദൂരത്തു നിന്ന് തന്നെ വരുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ആ സഭ വഴിമാറിക്കൊടുത്തു. എന്തെന്നാൽ അദ്ദേഹം എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയായിരുന്നു, വളരെ പ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ ബ്രഹ്മായു ബ്രാഹ്മണൻ ആ സഭയോട് ഇങ്ങനെ പറഞ്ഞു, മിത്രങ്ങളെ, മതി, നിങ്ങളുടെ ആസനങ്ങളിൽ തന്നെ ഇരിക്കുക. ഞാൻ ശ്രമണ ഗൗതമൻ്റെ അടുത്ത് ഇരിക്കാം. അതിനുശേഷം ബ്രാഹ്മണനായിട്ടുള്ള ബ്രഹ്മായു ഭഗവാന്റെ അടുത്ത് പോയി അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു, കുശലപ്രശ്നങ്ങൾ ചെയ്തു. അഭിവാദ്യങ്ങൾക്കും കുശലപ്രശ്നങ്ങൾക്കും ശേഷം അദ്ദേഹം ഒരു ഭാഗത്ത് ഇരുന്നു. അതിനുശേഷം അദ്ദേഹം ഭഗവാന്റെ ശരീരത്തിൽ 32 മഹാപുരുഷ ലക്ഷണങ്ങൾ നോക്കി. അപ്പോൾ അതിലെ 2 ലക്ഷണമൊഴിച്ച് ബാക്കിയെല്ലാം അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. ആ ബ്രാഹ്മണന് അതിനെപ്പറ്റി സംശയമുണ്ടായി. ഭഗവാന്റെ ഗുപ്താംഗം അഗ്രചർമ്മത്താൽ ആവൃതമാണോ, അദ്ദേഹത്തിൻ്റെ നാവിന് നല്ല നീളമുണ്ടോ എന്നതായിരുന്നു സംശയം. അപ്പോൾ ബ്രഹ്മായു ബ്രാഹ്മണൻ ഭഗവാനെ ഗാഥയാൽ ഇപ്രകാരം അഭിസംബോധന ചെയ്തു, ബന്ദേ, ഞാൻ മഹാപുരുഷന്മാരുടെ 32 ലക്ഷണങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ശ്രമണ ഗൗതമൻ്റെ ശരീരത്തിൽ ഞാൻ 2 ലക്ഷണങ്ങളെ കാണുന്നില്ല. ഗുപ്താംഗം അഗ്രചർമ്മത്താൽ മൂടിയതാണോ? താങ്കളുടെ നാവിന് നല്ല നീളമുള്ളതാണോ? ഒരുപക്ഷെ താങ്കളുടെ നാവിന് വളരെ നീളമുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. ആ നാവിനെ പരിപൂർണമായിട്ട് ഒന്ന് നീട്ടിക്കാണിക്കുക. അപ്പോൾ എൻ്റെ സംശയങ്ങൾക്ക് അറുതി വരുന്നതാണ്. അത് എൻ്റെ ഈ ജന്മത്തിലെ ഹിതത്തിന് കാരണമാകും.
അതുകൂടാതെ വരുന്ന ജന്മങ്ങളിലെ സുഖത്തിനും കാരണമാകും. ഞാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ നേടിത്തരണം എന്ന് ഞാൻ താങ്കളോട് അപേക്ഷിക്കുന്നു. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ വിചാരിച്ചു, ബ്രഹ്മായു എന്ന ബ്രാഹ്മണൻ എല്ലാ മഹാപുരുഷ ലക്ഷണങ്ങളെയും കണ്ടിട്ടുണ്ട്, 2 ഒഴിച്ച്. അതിനെപ്പറ്റി ബ്രാഹ്മണന് സംശയമുണ്ട്. ഗുപ്താംഗം അഗ്രചർമ്മത്താൽ ആവൃതമാണോ, അതേപോലെ തന്നെ നീളമുള്ള നാക്കാണോ ഉള്ളത്? അപ്പോൾ ഭഗവാൻ തൻ്റെ ദിവ്യശക്തിയാൽ ആ ബ്രാഹ്മണന് അഗ്രചർമ്മത്താൽ ആവൃതമായിട്ടുള്ള തൻ്റെ ഗുപ്താംഗം പ്രകടമാക്കി. എന്നിട്ട് തൻ്റെ നാവ് നീട്ടി 2 ചെവികളെയും സ്പർശിച്ചു. അതുകൂടാതെ നെറ്റിത്തടം ആകെ ആ നാവ് കൊണ്ട് സ്പർശിച്ചു. അതിനുശേഷം ഭഗവാൻ ബ്രഹ്മായുവിനോട് ഇങ്ങനെ ഗാഥകളാൽ അഭിസംബോധന ചെയ്തു, താങ്കൾ ശാസ്ത്രങ്ങളിൽ പഠിച്ചിട്ടുള്ള ആ 32 മഹാപുരുഷ ലക്ഷണങ്ങളും എൻ്റെ ശരീരത്തിൽ താങ്കൾക്ക് ദർശിക്കാവുന്നതാണ്. അതിനാൽ ബ്രാഹ്മണ, സംശയരഹിതനാകൂ. ഏതെന്ന് അറിയണമോ അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഏതൊന്ന് ഭാവന ചെയ്യണമോ അത് ഞാൻ ഭാവന ചെയ്തിട്ടുണ്ട്. ഏതൊന്ന് ഉപേക്ഷിക്കണമോ അത് ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. അതിനാൽ ബ്രാഹ്മണ, ഞാൻ ബുദ്ധനാണ്. താങ്കളുടെ ഈ ജീവിതത്തിലെ സുഖത്തിനും ഹിതത്തിനുമായിക്കൊണ്ട്, അടുത്ത ജീവിതത്തിൻ്റെ സന്തോഷത്തിനായിക്കൊണ്ട് താങ്കൾക്ക് ആഗ്രഹമുള്ളത് ചോദിക്കാൻ ഞാൻ താങ്കൾക്ക് അവസരം നൽകുന്നു. അപ്പോൾ ബ്രഹ്മായു ബ്രാഹ്മണൻ ഇങ്ങനെ വിചാരിച്ചു, എൻ്റെ ആഗ്രഹം അദ്ദേഹം സമ്മതിച്ചു. ഈ ജീവിതത്തെ പറ്റിയാണോ അല്ലെങ്കിൽ അടുത്ത ജീവിതത്തിൻ്റെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണോ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കേണ്ടത്? ഈ ജീവിതത്തിൻ്റെ നല്ല കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് എനിക്ക് നല്ല പോലെ അറിയാം. മറ്റുള്ളവരും അതിനെപ്പറ്റി എന്നോട് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ട് ഞാൻ ശ്രമണ ഗൗതമനോട് വരാൻ പോകുന്ന ജീവിതങ്ങളിലെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നില്ല? അതിനാൽ ബ്രഹ്മായു ബ്രാഹ്മണൻ ഭഗവാനെ ഗാഥകളാൽ ഇങ്ങനെ അഭിസംബോധന ചെയ്തു. ഒരു ബ്രാഹ്മണൻ എപ്രകാരമാണ് ആയിത്തീരുന്നത്? ഒരു വേദഗു അല്ലെങ്കിൽ അറിയുന്നവൻ ആകുന്നത്? തേ വിദ്യോ, 3 അറിവുകളും എപ്രകാരമാണ് ലഭിക്കുക? സ്വത്തിയോ അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ എങ്ങനെയാണ് ആകുന്നത്? അർഹന്തൻ ആകുന്നത് എങ്ങനെയാണ്? എല്ലാം നേടുന്ന ഒരു വ്യക്തിയാകുന്നത് എങ്ങനെയാണ്? ഒരു മുനി ആകുന്നത് എങ്ങനെയാണ്? ഒരു ബുദ്ധനായി എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അപ്പോൾ ഭഗവാൻ ബ്രഹ്മായുവിന് ഗാഥകളാൽ ഇങ്ങനെ പറഞ്ഞു, ഏതൊരു വ്യക്തി തൻ്റെ പൂർവ്വജന്മങ്ങളെ കാണുന്നുവോ, സ്വർഗത്തെയും നരകത്തെയും കാണുന്നുവോ, പുനർജന്മം ഏതൊരു വ്യക്തിക്ക് അവസാനിച്ചുവോ, ആ വ്യക്തിക്കാണ് അന്തർദൃഷ്ടി ഉള്ളത്. അവർക്കറിയാം അവരുടെ മനസ്സ് പരിശുദ്ധമാണ് എന്ന്, അതിൽ രാഗം ഒട്ടും തന്നെ ഇല്ല എന്നുള്ളത്. അപ്പോൾ അവർ പുനർജന്മവും മരണവും ഉപേക്ഷിച്ചു. അവർ ബ്രഹ്മചര്യ ജീവിതത്തെ പൂർത്തിയാക്കി. എല്ലാ ധർമ്മത്തെയും അവർ അതിക്രമിച്ചു. ആ വ്യക്തിയാണ് ബുദ്ധൻ എന്ന് പറയുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ബ്രഹ്മായു ബ്രാഹ്മണൻ തൻ്റെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു. തൻ്റെ വസ്ത്രത്തെ തൻ്റെ ഒരു തോളിൽ ഒതുക്കി വെച്ചു. തൻ്റെ തല കൊണ്ട് ഭഗവാന്റെ പാദത്തിൽ വന്ദിച്ചു. എന്നിട്ട് കൈകൾ കൊണ്ട് ആ പാദങ്ങളെ തഴുകാൻ തുടങ്ങി. എന്നിട്ട് പാദങ്ങളിൽ ചുംബിക്കാൻ തുടങ്ങി. എന്നിട്ട് തൻ്റെ പേര് ഇങ്ങനെ പറയാൻ തുടങ്ങി, ഗൗതമഗുരു, ഞാൻ ബ്രഹ്മായു ബ്രാഹ്മണനാണ്. ഗൗതമഗുരു, ഞാൻ ബ്രഹ്മായു ബ്രാഹ്മണനാണ്. അപ്പോൾ ആ സഭ മുഴുവനും ആശ്ചര്യഭരിതരായി. അവർ ഇങ്ങനെ വിചാരിച്ചു, ഇത് എത്ര ആശ്ചര്യകരമായിട്ടുള്ള കാര്യമാണ്, എത്ര അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ഇത്ര പ്രസിദ്ധനായിട്ടുള്ള എല്ലാവരും അറിയുന്ന ആ ബ്രഹ്മായു ബ്രാഹ്മണൻ ഈ രൂപത്തിൽ ഭഗവാനോട് ശ്രദ്ധ കാണിക്കുന്നു, ഭക്തി കാണിക്കുന്നു. അപ്പോൾ ഭഗവാൻ ബ്രഹ്മായുവിനോട് ഇങ്ങനെ പറഞ്ഞു, മതി ബ്രാഹ്മണ, എഴുന്നേൽക്കൂ. താങ്കൾ താങ്കളുടെ ഇരിപ്പിടത്തിൽ തന്നെ ഇരിക്കൂ. താങ്കൾക്ക് എന്നിൽ ഉറച്ച വിശ്വാസമുണ്ട്. താങ്കളുടെ ചിത്തം എന്നിൽ പ്രസന്നനാണ്. അപ്പോൾ ബ്രഹ്മായു എന്ന ബ്രാഹ്മണൻ അവിടെ നിന്ന് എഴുന്നേറ്റ് തൻ്റെ സ്വന്തം ആസനത്തിലിരുന്നു. അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തെ പടിപടിയായിട്ട് പഠിപ്പിച്ചു. ആദ്യം ദാനത്തെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞു, പിന്നെ ശീലത്തെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞു, പിന്നെ സ്വർഗത്തെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞു. ഇന്ദ്രിയ സുഖങ്ങളുടെ കമ്മി അല്ലെങ്കിൽ ഭയത്തെക്കുറിച്ച് പറഞ്ഞു. അത് വൃത്തികെട്ടതാണ്, ദോഷകരമാണ്. നിഷ്ക്രമണത്തിൻ്റെ ഗുണങ്ങളെപ്പറ്റിയും പറഞ്ഞു. അപ്പോൾ ഭഗവാന് ഇങ്ങനെ മനസ്സിലായി, ബ്രഹ്മാവിൻ്റെ മനസ്സ് ഇപ്പോൾ തയ്യാറാണ്, മൃദുവാണ്, അതിൽ നീവരണങ്ങൾ ഒന്നും തന്നെ ഇല്ല, പ്രസന്നമാണ്, ശ്രദ്ധയുള്ളതാണ്. അപ്പോൾ ബുദ്ധന്മാരുടെ മാത്രം പ്രത്യേകമായിട്ടുള്ള ആ ധർമ്മത്തെ അദ്ദേഹം ആ ബ്രഹ്മായു ബ്രാഹ്മണന് വിവരിച്ചു കൊടുത്തു.
ദുഃഖം, സമുദയം, നിരോധം, അതിനുള്ള മാർഗം. പരിശുദ്ധമായിട്ടുള്ള വസ്ത്രത്തിൽ എപ്രകാരം നിറം പിടിക്കുന്നുവോ അതേപോലെ തന്നെ ആ ഇരിപ്പിടത്തിൽ തന്നെ ആ ബ്രാഹ്മണന് കളങ്കമില്ലാത്ത, ദോഷമില്ലാത്ത ധർമ്മചക്ഷു ഉണ്ടായി. ഏതൊന്നിന് ജനനമുണ്ടോ അതിനെല്ലാം തന്നെ മരണമുണ്ട്, അന്ത്യമുണ്ട്. അപ്പോൾ ആ ബ്രഹ്മായു എന്ന ബ്രാഹ്മണന് ധർമ്മത്തിൻ്റെ ആഴത്തെക്കുറിച്ച് ബോധ്യമായി. അദ്ദേഹം കണ്ടു, മനസ്സിലാക്കി, അതിൻ്റെ ആഴത്തെ അദ്ദേഹം ഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ സംശയമെല്ലാം തീർന്നു, മനസ്സിൻ്റെ ചാഞ്ചല്യം നിന്നു, മനസ്സിന് നല്ല ദൃഢത വന്നു, ഗുരുവിൻ്റെ മറ്റ് നിർദ്ദേശങ്ങൾ ആവശ്യമില്ലാതായി. അപ്പോൾ അദ്ദേഹം ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു: അഭിഖന്തംബോ ഗൗതമ, അഭിഖന്തംബോ ഗൗതമ. വളരെ നന്നായി ഗൗതമശാസ്ത്ര, വളരെ നന്നായി. കമഴ്ത്തി വെച്ചതിനെ നിവർത്തി വെച്ചതുപോലെ, മറഞ്ഞു കിടക്കുന്നതിനെ പ്രകടമാക്കിയതുപോലെ, വഴിതെറ്റിയവന് വഴി കാണിച്ചു കൊടുക്കുന്നത് പോലെ, അന്ധകാരത്തിൽ ദീപം തെളിയിക്കുന്നത് പോലെ, അതുമൂലം കാഴ്ചയുള്ളവർക്ക് അവിടെയുള്ള കാഴ്ചകൾ എല്ലാം തന്നെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഗൗതമശാസ്ത്ര ധർമ്മത്തെ പല രീതിയിൽ പ്രകാശിപ്പിച്ചു. ഞാൻ ഗൗതമശാസ്താവിൽ ശരണം തേടുന്നു, ധർമ്മത്തിൽ ശരണം തേടുന്നു, സംഘത്തിൽ ശരണം തേടുന്നു. ഇന്നു മുതൽ എൻ്റെ പ്രാണൻ അവസാനിക്കുന്നതുവരെ ഗൗതമശാസ്താവ് എന്നെ ഒരു ഉപാസകനായിട്ട് കരുതണം. ഭഗവാനും ഭിക്ഷുസംഘവും നാളെ എൻ്റെ ഗൃഹത്തിൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കുവാൻ കനിവുണ്ടാകണം. ഭഗവാൻ മൗനത്താൽ അതിന് സമ്മതിച്ചു. അപ്പോൾ ഭഗവാൻ സമ്മതിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് ആ ബ്രഹ്മായു എന്ന ബ്രാഹ്മണൻ തൻ്റെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു, ഭഗവാനെ വന്ദിച്ചു. ഭഗവാനെ വലതുവശത്ത് വരത്തക്ക വിധം 3 തവണ പ്രദക്ഷിണം ചെയ്തു. എന്നിട്ട് തൻ്റെ വീട്ടിലേക്ക് പോയി. രാത്രി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ബ്രഹ്മായു വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പാചകം ചെയ്ത ഭക്ഷണം തൻ്റെ വീട്ടിൽ ധാരാളമായിട്ട് ഉണ്ടാക്കി. അതിനുശേഷം ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു: ഗൗതമശാസ്താവേ, ഭക്ഷണം തയ്യാറായി. അപ്പോൾ ഭഗവാൻ രാവിലെ വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞ് തൻ്റെ ഭിക്ഷാപാത്രവും അതേപോലെ തന്നെ ചീവരവും എടുത്തുകൊണ്ട് ബ്രഹ്മായു ബ്രാഹ്മണൻ്റെ വീട്ടിൽ പോയി. അവിടെ വിരിച്ചിരിക്കുന്ന ആസനത്തിൽ അദ്ദേഹം ഇരുന്നു. ഭിക്ഷസംഘങ്ങളും അദ്ദേഹത്തിനോടൊപ്പം ഇരുന്നു. അതിനുശേഷം 7 ദിവസങ്ങൾ വരെ ബ്രഹ്മായു ഭഗവാനും ഭിക്ഷസംഘങ്ങൾക്കും തൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള ഭോജനങ്ങൾ തൻ്റെ കൈകൾ കൊണ്ട് തന്നെ വിളമ്പിക്കൊടുത്ത് തൃപ്തരാക്കി. 7 ദിവസങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഭഗവാൻ അവിടെ നിന്ന് വീണ്ടും വിദേഹയിലേക്ക് ചാരികയ്ക്കായിട്ട് പോയി. ഭഗവാൻ പോയിട്ട് അധികം നാളായില്ല. അതിനു മുൻപ് തന്നെ ബ്രഹ്മായു ശരീരം ഉപേക്ഷിച്ചു. അപ്പോൾ ഒരുപാട് ഭിക്ഷുക്കൾ ഭഗവാന്റെ അടുത്ത് പോയി അദ്ദേഹത്തെ വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്ത് ഇരുന്നു. എന്നിട്ടിങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു: ബന്ദേ, ബ്രഹ്മായു ബ്രാഹ്മണൻ ശരീരം ഉപേക്ഷിച്ചു. അദ്ദേഹം എവിടെയാണ് പുനർജനിച്ചത്? അദ്ദേഹത്തിൻ്റെ അടുത്ത ജന്മം എന്താണ്? ഭിക്ഷുക്കളെ, ബ്രാഹ്മണൻ ബ്രഹ്മായു വളരെ പണ്ഡിതനാണ്. അദ്ദേഹം ധർമ്മത്തിന് യോജിച്ച രീതിയിൽ തന്നെയാണ് അഭ്യസിച്ചത്. ധർമ്മത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹം എന്നെ കഷ്ടപ്പെടുത്തിയില്ല. താഴെയുള്ള 5 സംയോജനങ്ങൾ ഇല്ലാതായിക്കൊണ്ട് അദ്ദേഹം ബ്രഹ്മലോകത്തിൽ ഓപപാതികോ അവിടെ പോയിട്ട് ജനിച്ചിരിക്കുകയാണ്. ഇനി അവിടെ നിന്ന് തന്നെ ആ ബ്രഹ്മായു ബ്രാഹ്മണൻ അർഹന്തനാകും. മറ്റൊരു ലോകത്തിലും അദ്ദേഹം പുനർജനിക്കില്ല. അതാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ ആ ഭിക്ഷസംഘങ്ങൾ ഭഗവാന്റെ വചനങ്ങളിൽ തൃപ്തരായി. ബുദ്ധൻ പറഞ്ഞത് അവർ അംഗീകരിച്ചു. ബ്രഹ്മായി സൂത്തം നിഷ്ഠിതം. ഇത് വളരെ പ്രേരണാജനകമായിട്ടുള്ള സൂത്തമാണ്. മഹാപുരുഷ ലക്ഷണങ്ങളെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. അതുകൂടാതെ ഭഗവാൻ ഏത് രീതിയിലാണ് പെരുമാറിയത് എന്ന് ഈ സൂത്രത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാ സമയത്തും സതീ സമ്പജന്യത്തോടു കൂടിയാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത് എന്ന് ഈ സൂത്രത്തിൽ നിന്ന് വളരെയധികം വ്യക്തമാണ്. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലുള്ള കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അല്പസമയത്തേക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ.
സാധു സാധു സാധു.